യേശുവിൽ പ്രിയപ്പെട്ടവരെ, നാമൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം പലപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ്, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഉത്തരം തരുന്നില്ല, അല്ലെങ്കിൽ കാലതാമസം വരുന്നു എന്നൊക്കെ. ശരിക്കും ദൈവം ആഗ്രഹിക്കുന്ന രീതി തന്നെയാണോ നാം പ്രാർത്ഥിച്ചതെന്ന സംശയവും ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഇന്നത്തെ വചനത്തിലും പറയുന്നത് അത് തന്നെയാണ്. പലപ്പോഴും നമുക്ക് വേണ്ട വിധത്തിൽ പ്രാർത്ഥിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ ആത്മാവ് നമുക്ക് വേണ്ടി ഈശോയുടെ അടുക്കൽ പ്രാർത്ഥിക്കും. നാം പലപ്പോഴും ഈ ലോക ജീവിതം സുഖകരമാക്കാനുള്ള ഭൗതികമായ നന്മകൾക്കും നേട്ടങ്ങൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പലപ്പോഴും അത് നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്നതുമാണ്. എന്നാൽ സ്വർഗീയ കാര്യങ്ങൾക്ക് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവാണ് ആ ഒരു പ്രാർത്ഥന നടത്തുന്നത്. ആത്മാവ് നടത്തുന്ന പ്രാർത്ഥനയുടെ ഫലമായി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ അതിലൂടെ നമ്മളെ ആത്മീയ നന്മയിലേക്ക് നയിക്കുന്നുണ്ട് ദൈവം. അപ്പോൾ അതാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടുന്ന് വാരിക്കോരി നമുക്ക് തരും. ഈ ദൈവരാജ്യവും അവിടുത്തെ നീതിയൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്കറിയാതെ വരുമ്പോൾ നമ്മുടെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊള്ളും. സ്നേഹനാഥനായ ഈശോയെ, ആത്മീയ കാര്യങ്ങളോടൊപ്പം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി കൂടി ഞങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പോലും കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.